ഹലോ, ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ 3 തവണ തപ്പി. ഒരുപാട് അങ്ങനെ വീഡിയോ എടുത്ത് പരിചയമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈ ടേബിൾ എന്തായാലും ഒന്നാമത്തെ ഭയങ്കര വൃത്തികേടാണല്ലോ, അപ്പം നമുക്കത് വൃത്തിയാക്കി എടുക്കാം. ഫസ്റ്റത്തെ ക്ലീനിങ് വീഡിയോ ഷോർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ കാണിച്ചു തരും ഇവിടെ കുളമായിട്ട് കിടക്കണം. ഇതല്ല, ഇത് കണ്ടോ, ഇതാണ് ഇവിടെ പ്രശ്നം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം എല്ലാം കൂടി ഇപ്പോൾ ഒറ്റ വീഡിയോയിൽ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വീഡിയോയിൽ മറ്റേ ഫുള്ള് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അപ്പം ഇത് വെച്ച് ഫസ്റ്റ് ഒരു ബുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്യാം. നമ്മൾ വെട്ടി അടുത്തതായിട്ട് നമുക്ക് മറ്റേ കട്ട് ചെയ്ത് മറ്റേ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ കുറച്ച് പാടാം. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് കുറേ ഒന്നും കവർ ചെയ്തിട്ടില്ല, മട്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് ഇതാക്കാൻ വേണ്ടി, ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂട്ടാക്കാൻ വേണ്ടി നമ്മുടെ ഹോൾഡർ സെറ്റാണ്. നമുക്കിനി പരീക്ഷിച്ചു നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ബുക്ക് വെക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് വലിയ ബുക്കായിട്ട് തുടങ്ങാം. കുറേ ബുക്കുണ്ട്, നമുക്ക് ഒക്കെ വെക്കണം. എൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഞാനൊരു ദിവസം ഇതെല്ലാം കാണിച്ചു തരാം. കുറച്ച് പടങ്ങളുണ്ട്, സ്റ്റിക്കർ ബുക്ക്. അങ്ങനെ എനിക്ക് ബുക്കിലൊക്കെ എഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ബുക്കുണ്ട്. അമ്മയാണ് കേട്ടോ പുറകിൽ. ഫസ്റ്റ് നമുക്ക് ഈ ബുക്ക് വെക്കാം. ഇതിനകത്ത് ഞാൻ പാട്ടൊക്കെ എഴുതി വെക്കുന്ന ബുക്കാണ്. ഞാൻ ഉണ്ടാക്കുന്നില്ല, മറ്റേ യൂട്യൂബിലുള്ള എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഫസ്റ്റ് വെച്ച്. സെക്കൻഡ് നമുക്ക് ഇത് വയ്ക്കാം. ഇതെൻ്റെ ടൈം ടേബിളും ഡയറിയും ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്തതാണ്. പല യൂസ്. പിന്നെ എൻ്റെ അല്ലെങ്കിൽ എനിക്കിവിടെ ഇരുന്നോട്ടെ. ഈ വേറൊരു മഞ്ഞേൻ്റെ ഡ്രോയിങ് ബുക്ക് ഞാൻ കാണിച്ചു തരുന്നില്ലേ. പിന്നെ എൻ്റെ ഡയറി അല്ല, സ്റ്റിക്കർ ബുക്കാണ്. എല്ലാം കാണിച്ചു തരാം. നോക്ക്, ഒരു ദിവസം ഇതെല്ലാം കാണിച്ചു തരാം. അപ്പം കേട്ടോ, നമുക്ക് ഡയറി ഇരുന്നോട്ടെ. ഒരുപാട് സമയമില്ല. നമുക്ക് ക്യൂട്ട് ബുക്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള മേടിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പ് ബുക്ക്, അഡ്രസ്സൊക്കെ എഴുതാനുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അങ്ങനെ എന്തൊക്കെയോ. ഇതൊക്കെ നമുക്ക് ഗിവ് ആയിട്ട് കൊടുത്താലോ, നിങ്ങൾ വിഷമിക്കണ്ട കണ്ടിട്ട്. കളങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കാണിച്ചു ചെയ്ത് അപ്പോൾ നമ്മുടെ ഹോൾഡർ റെഡിയായി ഗൈസ്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി സെറ്റ് ചെയ്യണം. ഇത് വെയിറ്റുണ്ട് കേട്ടോ. ടൈം ബുക്കിൽ ബുക്ക് ശരിക്കും തീർന്നിട്ടില്ല. നോക്ക്, ഇവിടെ വേറെ ബുക്കുകളൊക്കെ ഉണ്ട്. അമ്മയുടെ ബുക്കാണ്. കളയണം. ഡിസ്റ്റർ ബുക്ക് അവിടെ ഇല്ല, കവറിനകത്താക്കി വെച്ചേക്കുവാണ്. കുറച്ച് പേപ്പേഴ്സ്, ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് ഇതിനകത്താക്കി വെക്കും. അപ്പം ഈ സ്ഥലം ശരിയായി വരുവാണ്. ഒരുപാടായിട്ടുള്ള ഈ റൈറ്റിംഗ് പാഡും ഓരോ പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേറെ പുറത്തുകൊണ്ട് വയ്ക്കാം. പിന്നെ കുറേയൊക്കെ അമ്മയുടെ ബുക്സ് ഉണ്ട്. ഇത് രണ്ടും പുറത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഇരിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കട്ടെ. ഇപ്പോൾ കുറച്ച് മാറ്റി നമ്മുടെ സ്ഥലം ഇങ്ങനെയായി. ഇനി കുറച്ച് പണികളുണ്ട്.
ഇനി ഇതൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ടീവിനെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം. അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് അമ്മാമ്മയുടെ പറയാനെടുത്ത് വയ്ക്കുന്നതാണ്. നമ്മുടെ സ്കെച്ച് പെൻസ് അതിലോട്ടെ വാട്ടർ കളർ ഇവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ മേളിൽ ഫാബ്രിക് പെയിൻ്റ് ഓക്കെ. ഇത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാണ്. ഇതും അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി നമ്മുടെ ഈ സാധനം ബ്രഷ് പെൻ ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. എപ്പോഴോ വെറുതെ ഇരുന്നപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നശിപ്പിച്ചാണ്. അത് ഇവിടെ ഇരുന്നോട്ടെ. ബാക്കി അതേക്കാണ് ഒരു മാല വേണ്ട, ഞാൻ മാല യൂസ് ചെയ്യാം. കണ്ടോ, ഒരിത് ഒന്നിലേക്ക് ഇത് നമുക്ക് അങ്ങോട്ട് എന്തൊക്കെ വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല. ഡിസ്ട്രിബ്യൂട്ടിലോട്ട് കളഞ്ഞത് നമ്മുടെ കടിൽ ക്ലൗഡ് ചേച്ചിക്കും സോറി അങ്ങനെയല്ല, മിക്ക ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെ അല്ലേ എന്തെങ്കിലും മടിയായിട്ട് എന്തെങ്കിലും മടി വെച്ച് അങ്ങോട്ടൊരിതാണ്. അപ്പം ഞാൻ ഒരുപാട് ക്രാഫ്റ്റൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞാനങ്ങനെയാണ് ഇതാണ്. ഓക്കെ, ഞാൻ എന്താ ചെയ്യട്ടെ എന്ന് നോക്കട്ടെ, ആലോചിക്കട്ടെ. കുറച്ച് ടേബിളിലോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സാധനം ഇതിനകത്ത് ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ചെടി, അതാകെ നശിച്ചു പോയിരിക്കുവാണിതാ. പേപ്പറൊക്കെ പച്ച മണ്ണാണ്, ഇത് വേരൊക്കെ പിടിച്ചിട്ട് പച്ച മണ്ണ്. ഇത് വയ്ക്കുവാണെങ്കിൽ ചെടി ഇനിയും ചാവും. നമുക്കിത് മാത്രം വല്ല ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ എടുത്തിട്ട് ഇത് പുറത്തുകൊണ്ട് വയ്ക്കാം. ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഞാൻ കാണുന്ന സാധനം ഈ ഏട്ടയിൽ എന്തൊക്കെയോ കിടക്കണം, എടുത്ത് മാറ്റാം. ഈ പൗച്ച് നമുക്ക് അതെവിടെ വയ്ക്കും? കുറേ വേസ്റ്റ് ഉണ്ട് ഗായ്സ്. എന്തെങ്കിലുമൊക്കെ കുറേ ബുഷൊക്കെ കിടക്കണം. ഇതൊക്കെ ഒരു ഇതിനകത്തോട്ടൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ, അല്ലാണ്ട് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് ഫുൾ വീഡിയോ ആയിട്ടൊന്നും പറ്റത്തില്ല എന്ന്, കാരണം ഫോണിൻ്റെ സപ്ലൈ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കുറേ നേരം ഞാൻ എനിക്ക് ഒരുപാട് അങ്ങനെ ഇതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേഗം ചെയ്ത് വെച്ചിട്ട് വീഡിയോ നിർത്തണം. എൻ്റെ പ്രശ്നം തന്നെയാണ്. എനിക്കതിനെപ്പറ്റി ഒരുപാട് സൈക്കോളജീസ് ഇല്ല. സ്ഥലം ഇരുന്നോട്ടൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. വല്ല ഇതോ നമ്മൾ വെച്ചേക്കണ ഇതെല്ലാനും അതിന് വല്ലതും പറ്റിയാൽ നമുക്ക് എടുക്കാമല്ലോ. എൻ്റെ വീഡിയോ ബോറിങ് ആവുന്നുണ്ട് ഗൈസ്. എൻ്റെ ചേച്ചി എങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഹേർട്ടായി. നിങ്ങളോട് ഞാൻ ചോദിച്ചു, നമുക്ക് ഓരോരോ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ. ഇത് ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും? പണി തുടങ്ങിയത് കൊണ്ട് നിർത്താൻ കഴിയത്തില്ലല്ലോ.
ഇതുകൊണ്ട് എവിടെ വെക്കും ഒന്ന് ആലോചിക്കട്ടെ. വേറെ സ്ഥലമൊന്നുമില്ല, ഞാൻ ടേബിൾ മേ തന്നെ വെച്ചു. അപ്പോൾ നമുക്ക് കണ്ടീഷൻ പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലോസം ഓഫ് കുഞ്ഞു എന്നുള്ള ചാനൽ കാണാൻ ശ്രമിക്കുക. ബൈ ബൈ.